ഞാൻ ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 6 പേർക്ക് വേണ്ടിയുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഞാനിന്ന് വീട്ടിൽ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ 1 കിലോ ബിരിയാണി റൈസാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ബാസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കനാണ്, അത് ബിരിയാണിക്ക് വേണ്ടി 20 പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ 1 കിലോ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 8-9 എണ്ണം ഉണ്ട്. ഇതിൽ 4 എണ്ണം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുക്കും. ബാക്കിയുള്ളത് കറിക്ക് വേണ്ടി കട്ട് ചെയ്ത് എടുക്കണം. ഇപ്പോൾ മസാലകളാണ് ഇത്. ചിക്കൻ വെക്കാനുള്ള മസാലകളാണ്. 2-3 കഷ്ണം പട്ട, 3-4 ഏലക്ക പൊട്ടിച്ചിടണം. ഇത് 8 ഗ്രാമ്പൂ, 2 തക്കോലം, 2 ബേ ലീഫ്, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്. കൂടാതെ ഇത് നമുക്ക് റൈസ് വയ്ക്കാൻ വേണ്ടി 3-4 ഏലക്ക പൊട്ടിച്ചത്, ഗ്രാമ്പൂ 7 എണ്ണം, 2 പട്ട, ബേ ലീഫ്. ഞാൻ ഈ ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ ഉപ്പ്, കൂടാതെ 1 സ്പൂൺ ഗരം മസാല. ഇത് ചിക്കന് വേണ്ടി സ്പെഷ്യൽ പിടിച്ച ഗരം മസാലയാണ്. കൂടാതെ അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. 1 സ്പൂൺ കുരുമുളക് പൊടി, ഇനി കുറച്ച് നാരങ്ങ നീര്, 2 സ്പൂൺ നാരങ്ങ നീര്. ഒരു നാരങ്ങയുടെ നീരെടുക്കുമ്പോൾ നമുക്ക് 2 സ്പൂൺ കിട്ടും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം, ഉപ്പൊക്കെ പിടിക്കുന്നതിന് വേണ്ടി. റൈസ് കുതുക്കാൻ വെക്കണം. 1/2 മണിക്കൂർ നേരത്തേക്ക് അതിന് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇട്ടേക്കണം. അതിന് നമുക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ഈ കിസ്മിസും കാഷ്നട്ടും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ കാണുന്ന പരിപാടി നോക്കാം. ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ കിസ്മിസും കാഷ്നട്ടൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കിസ്മിസും കാഷ്നട്ടും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ കൂടെ ചീനിച്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി ഇട്ട് വഴറ്റാൻ നോക്കാം. ഉള്ളി കുറച്ച് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് വഴറ്റിയെടുക്കാം. ഓണിയൻ ഒരു പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഫ്രൈ ചെയ്യുമ്പോൾ ഫ്രൈ ആയിട്ട് കിട്ടും. ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി വേവിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇറച്ചി വെക്കുന്ന പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് അടപ്പ് ഉള്ളൊരു പാത്രം വേണം എടുക്കാൻ. ഞാനൊരു കുക്കറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ എണ്ണ 3-4 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ എടുത്ത് വെച്ചേക്കുന്ന മസാലകളൊക്കെ നമുക്ക് ചേർക്കാം. 2 കഷ്ണം പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക പൊട്ടിച്ചിടുന്നു. ചെറുതായിട്ട് വഴി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് 2 സ്പൂൺ ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 1 സ്പൂൺ ഉപ്പിട്ട് ഇതൊന്ന് വഴന്നു വരുന്നതിന് ശേഷം ബാക്കിയുള്ള മസാലകൾ ചേർക്കാം.
ഇപ്പോൾ നമ്മുടെ ഉള്ളി അതിൽ വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കണം. 1 ടീസ്പൂൺ ആണ്ട് ഞാൻ ഡബിൾ ചേർക്കും. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് ബിരിയാണിക്ക് വേണ്ടി സ്പെഷ്യൽ പൊടിച്ച പൊടിയാണ്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 3 മിനിറ്റ് 1.5 മിനിറ്റ് വഴറ്റി കഴിഞ്ഞ് ഇനി നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിക്കണം. ഒഴിച്ചിളക്കിയിട്ട് ഒരു 10-12 മിനിറ്റ് വേവാൻ വയ്ക്കാം. ഇനി നമുക്ക് ചോറ് വേവിക്കാനുള്ള വെള്ളം വെക്കാം. അതിന് ഈ ഗ്ലാസ്സിൻ്റെ 3 കപ്പ് അരിയായിരുന്നു, 3 ഗ്ലാസ് അരിയായിരുന്നു ഞാൻ എടുത്തത്. അതനുസരിച്ച് 3.5 ഗ്ലാസ് വെള്ളം എടുക്കണം. 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന മസാലകളെല്ലാം ഇടാം. 3 കഷ്ണം പട്ട, ഗ്രാമ്പൂ, പിന്നെ ബേ ലീഫ്, പിന്നെ നമ്മുടെ വറുത്ത് വെച്ചതിൽ നിന്ന് കുറച്ച് ഉള്ളി, ഏലക്ക പൊട്ടിച്ചിടാം. 2 സ്പൂൺ നാരങ്ങ നീരൊഴിക്കണം. 1.5 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടുക. ചോറ് വെക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് റൈസ് ഇടാം. നോക്കട്ടെ, അരിയുടെ വെള്ളം എല്ലാം പറ്റി ഇത് പരുവാണ്. ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യുന്നതിനായിട്ട് ചിക്കൻ വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നീങ്ങാം. അതിനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുതിന ഇതിന് മേളിൽ നിരത്തുക. പുതിനയെല്ലാം ഇതിൻ്റെ മേളിൽ നിരത്തുന്നതിൻ്റെ മണമെല്ലാം ഇതിനകത്ത് പിടിക്കും. നമുക്ക് ചോറ് കുറച്ചായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. റൈസ് എല്ലാം നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിനകത്ത് ഇടുക. കളർ വേണമെന്നുള്ളവർക്ക് മഞ്ഞപ്പൊടി പാലിനകത്ത് കലക്കി ശകലം ചേർക്കാം. ഞാൻ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും മേളിൽ ചേർത്തിട്ട് നമുക്കത് ചെറിയ തീയിൽ 10-15 മിനിറ്റ് ആവിയേറ്റണം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കുക്കർ വിസിലിടാതെ അടച്ചു വെച്ച് 1/2 മണിക്കൂർ സിമ്മിനകത്ത് ഇരിക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുക്കർ തുറന്ന് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് തട്ടി നോക്കാം. അതിനുശേഷം സെർവ് ചെയ്യാനായിട്ട് വിളമ്പാം. ബിരിയാണി ആൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് വിളമ്പി സെർവ് ചെയ്യാൻ കൊടുക്കാം.